അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാലത്തും സുന്നത്തി ജമാഅത്തിന്റെ വഴികൾ സുഗമമായിരുന്നില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നേർമാർഗത്തിന്റെ വഴി എപ്പോഴും വളരെ വളരെ കഷ്ടപ്പാടിൻ്റെത് തന്നെയായിരുന്നു. അപ്പൊ ഇവിടെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, സുന്നത്ത് ജമാഅത്തിന്റെ സുഗമമായ വീതിയിൽ തടയിടാൻ കഴിയാത്ത ഒരു പറ്റം തെരുവ് ഗുണ്ടകൾ ഇസ്ലാമിന്റെ പേരിൽ സംഘടിക്കുകയും പ്രബലമായ ഒരു മുസ്ലിം രാഷ്ട്രീയ സംഘടനയും സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ പ്രവർത്തകരും തമ്മിലുള്ള ഒരു നല്ല ബന്ധം അതിനെ തകർക്കാതിരുന്നാൽ ഇതുവരെ അവർ കൊണ്ടു നടന്ന ഒരുതരം അസൂയ, ഒരുതരം കുരുട്ട്, അത് സ്ഫോടകാത്മകമായ ഒരു അന്തരീക്ഷത്തിലാണ് നിലനിൽക്കുന്നത്. ഏത് നിമിഷവും ഏത് സമയവും അവരുടെ ഹൃദയം പൊട്ടിത്തെറിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കും. അപ്പൊ ഇതിലൊന്നും ആരും മാനസികമായി വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു നിലക്കും വിഷമിക്കണ്ട. ഇത് ഇന്നല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു മദ്രസയും ഒരു പള്ളിയും അതുപോലെ തന്നെ ഞാൻ കണ്ടു, കുറെ വാഹനങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു, കുറെ വീടുകൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, കുറെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരെ അടിച്ച് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു, ഒക്കെ സത്യം. പക്ഷേ ഇതിൽ ചെയ്തത് നന്നായി, വളരെ ആവശ്യമായ ഒരു പണിയാണ് നിങ്ങൾ പള്ളിയും മദ്രസയും ഉപദ്രവിച്ച് ചെയ്തത് എന്ന് പറയാൻ ആ നാട്ടിലോ അതല്ലെങ്കിൽ ഈ ലോകത്തോ ആരെങ്കിലും ഉണ്ടാവോ, ഈ ഒരു പറ്റം ഗുണ്ടകളുടെ ആളുകളല്ലാതെ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിലും ഇവരുടെ ഈ പുഴുത്ത സംസ്കാരം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. അപ്പൊ ആ ഒരു സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭീരുക്കളുടെ ഗുണ്ടായിസം അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ അബ്ദുൽ ഖാദർ എന്ന ചെറുപ്പക്കാരന്റെ 17 വയസ്സുകാരന്റെ ജനാസ ചുമന്നവരാണ് നമ്മൾ. അതേപോലെ തന്നെ മഞ്ചേരിയിലും നമ്മുടെ നേതാക്കന്മാരുടെ ഉമറാക്കളിൽപ്പെട്ട നേതാക്കന്മാരുടെ ജനാസ ചുമന്നവരാണ് നമ്മൾ. അങ്ങനെയാണ് നമ്മൾ ഈ സുന്നത്തി ജമാഅത്ത് ഇവിടെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഷേഖുന കാന്തപുരം ഉസ്താദിനെ തന്നെ ദുബായിലെ ഷെർവാനി പള്ളിയുടെ മുന്നിൽ വെച്ച് എത്ര തവണ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവര്? 1-2 തവണയാണോ? പൂനൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് സ്റ്റേജ് കയറിയിട്ട് അടിക്കാൻ വന്നിട്ടില്ലേ? താടി പിടിച്ച് വലിച്ചിട്ടില്ലേ? തലയിൽ കെട്ട് തട്ടിത്തെറിപ്പിച്ചിട്ടില്ലേ? ട്യൂബ് ലൈറ്റ് അടിച്ച് നശിപ്പിച്ചിട്ടില്ലേ? എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്? എത്ര സ്ഥലത്ത് ഇവിടെ ഇവര് ഷെയ്ഖുനെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് തടയാൻ അവരെ കൊണ്ട് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അബൂജാഹിൽ ജയിക്കണ്ടേ? നമ്രൂദ് ജയിക്കണ്ടേ? അപ്പൊ ഇതുകൊണ്ടൊന്നും പേടിച്ചു പോകുന്നവരാണോ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകര്? അതിനും വലിയ കൊടികുത്തിയ ശത്രുക്കളെ പരാജയപ്പെടുത്തി തകർത്ത് തരിപ്പണമാക്കി ഈ പ്രപഞ്ചത്തിൽ നാമാവശേഷമാക്കിക്കൊണ്ടല്ലേ സുന്നത്തി ജമാഅത്തിന്റെ ഈ ശൃംഖല ഷേഖുന കാന്തപുരത്തിൽ വരെ എത്തി നിൽക്കുന്നത്. ഇത് തകർക്കാൻ അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് തന്നെ എന്തുകൊണ്ടാ? ആദർശപരമായി ഉത്തരം മുട്ടുമ്പോഴാണ്. അപ്പൊ ആദർശപരമായി ഉത്തരം മുട്ടുന്ന ഒരു വിഭാഗം മാത്രമേ അക്രമത്തിന് മുതിരൂ. അത് ഒരു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതുകൊണ്ടൊന്നും ഒരു മതസംഘടന ആവില്ല, അല്ലെങ്കിൽ അവിടെ പഠിക്കുന്നവനൊന്നും മതപണ്ഡിതനുമാവില്ല. ആവണമെങ്കിൽ ഒരെണ്ണമെങ്കിലും ഇന്ന് സമുദായത്തിന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇവിടെ കാണണമായിരുന്നു. ഒരു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല ഇസ്ലാമിന്റെ പേരിൽ നടത്തേണ്ടത്. ആയിരക്കണക്കിന് മുത്താലിമീങ്ങൾ മർക്കസിൽ ഓരോ വർഷവും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സിറാജുൽ ഹുദയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനേക്കാളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ നിലവിൽ വന്ന ചില ഇതര അതായത് ചില എപി വിഭാഗത്തിൻ്റെതല്ലാത്ത സുന്നത്തി ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് 200-ൽ താഴെ പണ്ഡിതന്മാർ എന്ന ആളുകളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? എന്തുകൊണ്ടാ കാരണം? ഈ പറയുന്ന ഇന്ന് ഈ അക്രമം നടത്തിയ അവരുടെ പ്രമുഖരായ ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്ത്? എന്റെ മുത്താലിമീങ്ങളോട് പഠനം പൂർത്തിയാക്കാൻ മർക്കസിലേക്ക് പോകാനാണ് ഞാൻ നിർദ്ദേശിക്കല് എന്ന് ഇന്നത്തെ സമസ്തയുടെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാർ പറഞ്ഞത് എന്റെ അനുഭവത്തിലുണ്ട്. അപ്പൊ എവിടെയാണ് ശരിയെന്ന് അബൂജാഹിലിനെ പോലെ ഇവർക്കും നന്നായിട്ട് അറിയാം. പക്ഷെ എന്താ ദുരഭിമാനം, അത് സമ്മതിക്കാൻ അവരനുവദിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.
ഞാൻ മൈക്ക് വിടുകയാണ്. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഹലോ, ഇപ്പോൾ ഇന്നലെ ഈ നടന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സത്യത്തിൽ ഈമാനുള്ളവർക്ക് വേദന ഉണ്ടാവുകയും ഈമാനികമല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷമായിരിക്കാം. എന്തോ അള്ളാഹു എല്ലാവരും തൊട്ട് കാക്കട്ടെ. ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ അതും നമ്മളിൽപ്പെട്ടൊരു വിഭാഗം തന്നെയല്ലേ. അള്ളാഹു അതിൽപ്പെട്ട നല്ലവരുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. നമുക്ക് അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാൻ കിട്ടി മരിക്കാനുള്ളൊരു അവസരമുള്ള ഈ ജീവിതത്തിൽ നമുക്ക് ആവശ്യം. എന്തായാലും അങ്ങേറ്റം വിഷമമുള്ളൊരു സംഭവം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ വ്യക്തികൾക്ക് പറ്റിപ്പോയ ഈ പ്രശ്നം അതവർക്ക് തിരിച്ചറിയാനുള്ളൊരു അവസ്ഥ വേണ്ട. നല്ലൊരു സമയമായിരുന്നല്ലോ ഇത്. എപ്പോഴായാലും ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. എന്താണ് ഈ പറയുന്നത്? സ്വന്തം നഫ്സിനകത്ത് ഹൃദയത്തിനെ വെട്ടിപ്പിളർന്നിട്ട് അതിനകത്ത് കൈയിട്ട് മാന്തുക. അതാണ് സത്യത്തിൽ ഇവർ ചെയ്തത്. ഒന്ന് നോക്കിയേ, എന്താ പള്ളിക്ക് നേരെ കൈ പൊക്കുമ്പോ ഇത് അള്ളാഹുവിന്റെ ഭവനെന്നുള്ളൊരു ചിന്ത വരണ്ടേ? വിഭാഗം ആരും ആവട്ടെ. നമ്മൾ ഇനിയും പള്ളികൾ ഒരു തച്ച് തകർത്ത് ആരെങ്കിലും ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു കുട്ടി ഈ ബാനറിൽ നിന്നുകൊണ്ട് ചെയ്യോ? ഏതെങ്കിലും ഒരു പള്ളിയുടെ നേരെ നമുക്ക് തിരിയാൻ പറ്റൂല. അപ്പൊ ഇത് അവർക്ക് ഈ സംഭവിച്ചു പോയ സംഭവം ഇത് തിരിച്ചറിയാനുള്ളൊരു ബോധം അവർക്കുണ്ടാവണം. ആഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം എല്ലാം മറന്ന് ഈ നാടിൻ്റെ ഇന്ത്യയുടെ ഇസ്സത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങേറ്റം പ്രവർത്തിച്ച നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളുണ്ട്. അവരെ സ്മരിക്കേണ്ട ഒരു ദിവസം ആഗസ്റ്റ് 15. ഈ കുട്ടികൾക്ക് രാഷ്ട്രീയത്തിന്റെ പേരിലാവുമ്പോൾ കുറച്ചുകൂടെയൊക്കെ താല്പര്യമൊക്കെ അവര് ആ വിഷയത്തിൽ എടുക്കേണ്ടതല്ലായിരുന്നു. അപ്പൊ ഇവര് രാഷ്ട്രീയത്തിനുമല്ല, എന്തോ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുകയും അങ്ങനെ ജീവിച്ച് മരിക്കാന്ന് തീരുമാനിച്ച് നടക്കുകയും ചെയ്യുക. അപ്പൊ എന്താ ചെയ്യുക? നമുക്കതിൽ അങ്ങേറ്റം വിഷമമുണ്ട്. പക്ഷെ ഈ വിറ്റുകള് ഇന്നത്തെ ഈ ഒരു സാഹചര്യം ഇത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ ഹൃദയത്തിന് പറ്റുന്നില്ലെങ്കിലും നമ്മളൊന്നും എതിർക്കാൻ ഇവരോടില്ല. ഇത് ഒരു അർത്ഥത്തില് നന്നായി. കാരണം ഈ വ്യക്തി എന്താണ് സംഭവങ്ങൾ എന്നുള്ളൊരു തിരിച്ചറിവ് അതിൽപ്പെട്ട രാഷ്ട്രീയത്തിന് മാത്രം അടിമപ്പെട്ട ചില വ്യക്തികൾക്ക് ഇതൊരവസരമാണ്. ഇതാണോ ഞാൻ ഉൾക്കൊള്ളുന്ന ഈ പ്രസ്ഥാനം? ഇതാണോ SK? ഇതാണോ ഈ പ്രസ്ഥാനക്കാർ വിഭാവനം ചെയ്യുന്ന ഒരു രീതി? ഇതവർക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരമായി. എന്തായാലും എല്ലാത്തിലും നല്ല വ്യക്തികൾ പെട്ടുപോയിട്ടുണ്ടാവും. അവരൊക്കെ ഇൻഷാ അല്ലാഹ് തിരിച്ചു വരികയും ഇത് വളരെ ശോചനീയാവസ്ഥയിലേക്ക് പോവുകയും കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള പത്രത്തിന്റെ ഒരു വാർത്ത കണ്ടപ്പോഴ് അവര് ഉൾക്കൊള്ളുന്ന പാർട്ടി അവരാണ് വിജയിപ്പിച്ചതെന്ന് പറയുന്ന ആ പാർട്ടിയോട് കാണിക്കുന്ന തുറന്ന സമീപനം പത്രത്തിൽ കൂടെ കാണിച്ചപ്പോഴ് അതൊരു വല്ലാത്ത സംഭവം തന്നെയായിരുന്നു. അതിനുശേഷം ഇതും കൂടി ആയപ്പോഴ് ആ SK വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നിഷ്പക്ഷമതികളായിട്ടുള്ള രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നിലക്കൊണ്ട കുറച്ചെണ്ണമുണ്ട് മുസ്ലിമിന്റെ പേരിൽ. അവർക്ക് തിരിച്ചു വരാനും എന്തായാലും സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആ സംഭവം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഉസ്താദിന്റെ കീഴിലേക്ക് ഒരു വിഭാഗം ആളുകൾ വരാൻ പോവാണ്. നല്ലതത്, നന്നായത്. എന്തായാലും പരിശുദ്ധ റമദാനൊക്കെ കഴിഞ്ഞ് നല്ലൊരു എന്താ പറയാ, ഇനി അടുത്തൊരു വർഷം വരെ അള്ളാഹു ആയസ് തന്നിട്ടുണ്ട് ഒരു ഉഷാറോടുകൂടി ജീവിക്കാനും ഇസ്സത്തോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാൻ. അടുത്ത വർഷത്തിനുള്ളിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു മുഅ്മിനായി മരിക്കണം എന്നുള്ള ഈ വ്രതം കൊണ്ട് നമ്മൾ നേടിയെടുത്ത ആ ഒരു സംഭവത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉരുത്തിരിഞ്ഞപ്പോൾ വിറ്റുകളിൽ ആ ചെയ്ത പ്രവർത്തനങ്ങൾ ചെയ്തവരുടെ ആ പൊള്ളത്തരം, അതായത് അവര് ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരെന്ന് തുറന്ന് കാണിച്ചു. 4 അല്ല 6 7 പേരല്ല ഈ വന്നതെന്ന് പറയണത്. എത്ര ആള് വന്നാലും ശരി, അവന്റെ സ്വന്തം വീടുമ്മൽക്ക് ഒരാൾ കല്ലെറിഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ?
പിന്നെയാണോ ഈ കാണപ്പെടുന്ന കോടാനുകോടി വരുന്ന മനുഷ്യർ ഉൾക്കൊള്ളുന്ന റബ്ബിന്റെ ഭവനത്തിനെ കല്ലെറിയുന്ന തരത്തിലുള്ള വിവരം കെട്ട ജാഹിലുകള്? അതവരെറിഞ്ഞോട്ടെ, അവരെ വിവരക്കേട് അവർ കാണിക്കണ്. ഒരിക്കലും ഏതൊരു മതസ്ഥന്റെയും ആരാധന നടക്കുന്ന ആ സ്ഥലങ്ങളെ, ഒരു കല്ലിനെ പോലും ആണെങ്കിൽ നമ്മൾ അതിനെന്ത് ബഹുമാനത്തോടുകൂടി കണ്ടാൽ നമ്മുടെ മതം എന്താണെന്ന് അവർ തിരിച്ചറിയാൻ നമ്മളിലേക്ക് വരികയും ചെയ്യും. ഇത് കണ്ടിട്ട് ഈ SK കുട്ടികളുടെ ഈ എന്താ പറയാ പോക്കിരിത്തരങ്ങള് ഇത് കണ്ടിട്ട് ആരെങ്കിലും ദീൻ പഠിക്കൂ? ഏത് രാഷ്ട്രീയത്തിന്റെ ബാനറിൽ നിന്നുകൊണ്ടായാലും അള്ളാഹുവിന്റെ ഭവനത്തിന് നേരെ കൈയോങ്ങിയവൻ നാളെ നരകത്തിന്റെ അടിത്തട്ടിലല്ലാതെ പിന്നെ എവിടെയാണ്? ഹിദായത്ത് അള്ളാഹു കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും, ഇല്ലാത്തത് പരാജയപ്പെട്ടു പോകും, അല്ലേ? അബു താലിബിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ. എന്തായാലും അങ്ങേറ്റം വിഷമുണ്ട്. ഒപ്പം അതിനകത്തൊരു നമ്മൾ സംയമനം പാലിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ. നമ്മുടെ ഏത് പ്രവർത്തകരും അതേ ചെയ്യുള്ളൂ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. നമുക്കറിയാം, ഇവരുടെ ഏത് സ്വഭാവങ്ങൾ എടുത്തു നോക്കിയാലും ഈ ഒരു തമന്നി സവാലിൻ നിഅമത്തി മിൻ സ്വാഹിബിഹ, ഒരാളുടെ അനുഗ്രഹം അങ്ങനെ നീങ്ങിപ്പോവുക എന്ന ഹസദിന്റെ സ്വഭാവമല്ലാത്ത വേറൊന്നും കാണുകയില്ല. വിനീതനായ എൻ്റെ നാട്ടിൽ ഞാൻ 4ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഒരു ജനറൽ ബോഡി യോഗം കൂടിയപ്പോൾ അവിടെ ആ യോഗത്തിൽ ശബ്ദമുണ്ടാക്കി, തല്ലുണ്ടാക്കി, മദ്രസയിലെ ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെയും കാലൊടിച്ചു. മദ്രസയിലെ ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെയും കാലൊടിച്ചു. ആളുകളോട് ദേഷ്യം ഉണ്ടായെങ്കിൽ എന്തിനാ മദ്രസയിലെ ബെഞ്ചും ഡെസ്കും അടിക്കണ ആവശ്യം? കുട്ടികൾ ഇൽമ പഠിക്കുന്ന സ്ഥാപനമല്ലേ, അതിൻ്റെ ഒരു ആവശ്യമില്ല. അവസാനം കേസായി. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് പറഞ്ഞു, ആ മദ്രസ ഇൻഷാ അള്ളാഹ് അവിടുത്തെ ഹക്കിൻ്റെ ആളുകളുടെ കയ്യിൽ എത്തും എന്ന് കുണ്ടൂർ ഉസ്താദ് പറയുകയും കേസ് പൂർണ്ണമായും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് പൂർണ്ണമായി വിജയം നൽകുകയും മദ്രസ പൂർണ്ണമായും സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിൽ എഴുതുകയും അങ്ങനെ തന്നെ ഇന്ന് നിലനിൽക്കുകയും ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രീതിയിൽ മുസ്ലിമീങ്ങളുടെ സ്ഥാപനങ്ങൾ നശിപ്പിക്കുക എന്നുള്ള ഒരു സ്വഭാവം ഉണ്ടാവാൻ കാരണം അത് ഹസദാണ്. ഹസദ് മൂത്തിട്ട് എന്താണ് പറയേണ്ടതെന്നറിയില്ല. ഓർക്കുന്നു, ഒരു പണ്ഡിതൻ, ഒരു ഫൈസിയാണ്, അദ്ദേഹത്തിൻ്റെ ഉസ്താദും അപ്പുറത്തെ ആളുകളുടെ വലിയ നേതാവുമായിരുന്ന ഒരാളോട് ഹജ്ജിന് പോകണ വിവരം പറഞ്ഞു. ഉസ്താദെ, ഞാൻ ഹജ്ജിന് പോവാണ്, പ്രത്യേകം ദ്വാരിക്കണം. അങ്ങനെ ഉസ്താദുമാരോടൊക്കെ ഹജ്ജിന് പോകുമ്പോൾ എന്ന് ഞാൻ റൂമിൽ ഒരു ദിവസം ഈ റൂമിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം തൻ്റെ ഉസ്താദിനോട് പറയാണ്, ഉസ്താദെ, ഞാൻ ഹജ്ജിന് പോകുക. നമുക്ക് അങ്ങനെ ആളെ പറയലോ അങ്ങനെ ആളെ പരമാവധി ഇൻസൾട്ടാക്കലോ അല്ല. മൊത്തത്തിൽ ആ വിഭാഗക്കാരുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തുക എന്നല്ലാതെ നമുക്കൊരു വ്യക്തിഹത്യയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ലാക്കാക്കി സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമോ നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചെന്ന ശൈലിയോ അല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല. അതുകൊണ്ട് ആ അപ്പുറത്തുള്ള നേതാവിനോട് അവിടുത്തെ ശിഷ്യൻ ചെന്നിട്ട് ഞാൻ ഹജ്ജിന് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ദ്വാരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം എന്താ പറയുക നിങ്ങൾക്ക്? ഹജ്ജിന് പോകുന്ന ആളോട് ദ്വാരിക്കാൻ, മൂപ്പര് മരിക്കാൻ വേണ്ടി ദ്വാരിക്കണം കേട്ടോ. ആര്? ഹജ്ജിന് പോകുന്ന ശിഷ്യനോട് ഉസ്താദ് പറഞ്ഞു കൊടുക്കാണ്. മൂപ്പര് പറഞ്ഞാൽ ആര്? AP ഉസ്താദ്. AP ഉസ്താദ് മരിക്കണം, അതിനു വേണ്ടി ദ്വാരിക്കണം. ഒരാളുടെ ശിഷ്യനോട് കൊടുത്ത നിർദ്ദേശമാണ്, നടന്നതാണ്. പക്ഷെ ഈ ഫൈസിക്ക് അഭിവന്ദരായ പൊന്മള ഉസ്താദിനോട് വ്യക്തിപരമായി പരിചയമുള്ള ആളായിരുന്നു. അദ്ദേഹം പൊന്മള ഉസ്താദിനോട്, ഉസ്താദെ എന്താ ചെയ്യുക, ഞാൻ ഇങ്ങനെ ഹജ്ജിന് പോകുന്ന വിഷയം പറഞ്ഞപ്പോൾ പോലും ഇങ്ങനെയാണ് ഉസ്താദ് പറഞ്ഞത്, മരിക്കാൻ വേണ്ടി ദ്വാരിക്കണം എന്ന്. പൊന്മള ഉസ്താദിന് വല്ലാത്തൊരു വിഷമായി. പൊന്മള ഉസ്താദും AP ഉസ്താദും ഒരു വാഹനത്തിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് പൊന്മള ഉസ്താദ് AP ഉസ്താദിനോട് പറഞ്ഞു, ഇങ്ങനെ ഇന്ന ആള് ഇങ്ങനെയാണ് ഹജ്ജിന് പോകുന്ന ശിഷ്യനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത് ഇന്നാലിന്ന കാര്യത്തിനാണ്. അപ്പോ നമ്മളോടൊക്കെ നമ്മളെ കുറിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പ്രതികരിക്കുക? അപ്പോ AP ഉസ്താദ് അപ്പൊ പ്രതികരിച്ച പ്രതികരണം എന്താ അറിയോ? പൊന്മള ഉസ്താദിനോട് പറഞ്ഞത്, ഓല് ദ്വാരിക്കണ പഠിച്ചോനും
നമ്മൾ ദ്വാരിക്കണ പഠിച്ചവനും ഒന്നല്ലേ? ഏത്? ഓല് ദ്വാരിക്കണ പഠിച്ചവനും നമ്മൾ ദ്വാരിക്കണ പഠിച്ചവനും ഒന്നല്ലേ? അപ്പൊ ഇതാണ് ഉസ്താദിനൊക്കെ വേറെ ആളുകളുടെ ദുഷിച്ച ചിന്തകളോ അതൊന്നും ഉസ്താദിന്റെ ജീവിതത്തിൽ യേശുക തന്നെയില്ല. അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യൂല. ഇന്ന് അള്ളാഹുവിനോട് തവക്കലാക്കി നടത്തുന്ന പരിപാടികളാണ് മുഴുവനും. അത് അള്ളാഹു താല വിജയിപ്പിച്ചു കൊടുക്കും. എല്ലാ സംഗതിയും അങ്ങനെയാണ്, എല്ലാ സംഗതിയും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ശ്രദ്ധിച്ചില്ലേ, എന്തുകൊണ്ടും ആർക്കും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കാര്യമായിരുന്നു. നേരത്തെ അസിയുക്കയും എല്ലാവരും മൈക്കെടുത്ത് സംസാരിച്ചതുപോലെ ആ ലൈവ് നടന്നതിന് ശേഷം അവിടെ വെച്ച് ഇത്തരം ഒരു സംഭവം നടന്നതിന് ശേഷം നടന്ന ഒരു പരിപാടി എന്ന നിലക്ക് അതിൽ ഈ വിഷയം പൂർണ്ണമായും അല്ലെങ്കിൽ ഈ വിഷയം തന്നെ അവിടെ പറയുകയുള്ളൂ എന്ന് പലരും പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും ഉസ്താദുമാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവം തന്നെ നടന്നിട്ടില്ല. അങ്ങനെ ഒരു കൂട്ടരനല്ല. അങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ടൊന്നും ഇസ്ലാമിനോ സുന്നത്ത് ജമാഅത്തിന് യാതൊരു പ്രശ്നവുമില്ല എന്ന രീതിയിൽ അത് എന്താക്കിയില്ല, മെയിൻറ്റെയിൻ ആക്കിയില്ല. അതേസമയം അള്ളാഹുവിനോട് പറയുകയും ചെയ്തു, ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും പഠിച്ചവനെ നീ ഞങ്ങളെ സംരക്ഷിക്കണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുള്ള പരിപാടികളായതുകൊണ്ട് ഇവർ എന്ത് തന്നെ ഉദ്ദേശിച്ചാലും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിഷമമോ അല്ലെങ്കിൽ പേടിയോ ബേജാറോ ഒന്നും ആവേണ്ട ഒരാവശ്യം ഇല്ല. കേൾക്കാമോ? ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കാമോ? ഹലോ, ഓക്കെ. അല്ല, ഞാൻ ഇത്രയും നമ്മൾ വിഷയം കേട്ടപ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നിച്ചെങ്കിലും മറ്റൊരു കണക്കിൽ ഒരുപാട് സന്തോഷം തോന്നിയെന്ന് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാല് നമ്മുടെ SSFന്റെ വാർഷികത്തിന് മുമ്പായി കൊണ്ട് AP ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ SSFന്റെ 40ാം വാർഷികം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വിറച്ച് ചത്തുപോകുമെന്നൊരു വാക്ക് അന്ന് AP ഉസ്താദ് പറഞ്ഞിരുന്നു. ഒരർത്ഥത്തിൽ അത് ശരിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാല് വിറച്ച് ചത്തുപോകുന്ന ശരീരമല്ല, അവരുടെ മനസ്സാണ് ചത്തുപോയത്. ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ മനസ്സ് ചത്തുപോയി. അതുകൊണ്ടാണ് ഈ പള്ളിയെയും മതസ്ഥ സ്ഥാപനങ്ങളെയും വരെ ആക്രമിക്കാൻ അവർ തയ്യാറെടുത്തത്. അപ്പോ സത്യത്തിൽ അത് AP ഉസ്താദിന്റെ വാക്ക് അവിടെ പുലർന്നു. ഒരു ഭാഗത്ത് നമുക്ക് ദുഃഖമുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് ഉസ്താദിന്റെ വാക്ക് അവിടെ സത്യമായി പുലർന്നു എന്നൊരു സന്തോഷമുണ്ട്. അവരുടെ പ്രവർത്തനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ പ്രവർത്തനവുമായിട്ട് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് എന്നെ പോലുള്ള വിവരമില്ലാത്ത ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്ന ആളുകൾക്ക് തോന്നുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ നേതൃത്വം ഇനിയും ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തആല ആരോഗ്യവും ആയുസ്സും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. ഓക്കെ. വളരെ വിഷമമുള്ളൊരു അവസ്ഥ, ഒരു വാർത്തയാണ് ഇൻഷാ അല്ലാഹ് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതിനെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. എന്തായാലും അവരവരുടെ പണി തുടർന്നുകൊണ്ടേയിരിക്കട്ടെ, നമ്മൾ നമ്മുടെ പണി തുടർന്നുകൊണ്ടേയിരിക്കുക. മഹാനായ ഉസ്താദ് പറഞ്ഞതുപോലെ അവര് ഇന്നും ഇന്നലും തുടങ്ങിയതല്ലല്ലോ ഈ കാര്യങ്ങൾ ചെയ്യൽ. അവരുടെ ഗുണ്ടായുസങ്ങളും അവരുടെ അക്രമങ്ങളും ഒക്കെ ദിനംപ്രതി ഓരോ അവസ്ഥയിൽ ഓരോ കാലത്ത് ഉണ്ടാവുമ്പോഴും ഓരോ സമയത്ത് ഉണ്ടാവുമ്പോഴും നമ്മൾ കരുതും ഇത് അവസാനത്തതാണ് എന്ന്. പക്ഷേ അതിലും ക്രൂരമായിട്ടായിരിക്കും അടുത്ത അറ്റാക്ക് അവരോട് ഉണ്ടാവുന്നത്. ഇതിനൊന്നും പ്രതികരിക്കാനും നമ്മുടെ പ്രവർത്തകർക്ക് അറിയാഞ്ഞിട്ടോ അല്ല. പക്ഷെ നമ്മളൊക്കെ നമ്മുടെ നേതാക്കന്മാരുടെയും നമ്മുടെ ഉസ്താദന്മാരെയും നമ്മൾ ബഹുമാനിക്കുന്നത് കൊണ്ട് അവരുടെ വാക്കൊരിക്കലും നമുക്ക് തട്ടാൻ പറ്റില്ല എന്ന ഒറ്റ കാരണത്താലാണ് നമ്മളൊക്കെ ക്ഷമിച്ചു നിൽക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ക്ഷമക്ക് അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ.